ക്ഷണിക സ്റ്റാർട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾ സന്തോഷിക്കുന്നത് ആർക്കാണ് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ ഒരു റീഡിംഗാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇത് ആർക്കാണെന്ന് നോക്കാം, നിങ്ങളുടെ സന്തോഷം സഹിക്കാൻ പറ്റാത്തത്. ഒരു വ്യക്തിയെ നിങ്ങൾ നേരത്തെ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിങ്ങൾ തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ കൂടെ ആവാം. ബട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയോ സെപ്പറേഷനോ എന്തെങ്കിലും ഒരു വഴക്കോ കോൺഫ്ലിക്റ്റോ വന്ന് നിങ്ങൾ അകന്ന് നിൽക്കുന്നുണ്ടാവാം. ഇപ്പോൾ കുറച്ച് പേർക്ക് അത് ബ്രേക്കപ്പോ ബ്ലോക്കോ ഒക്കെ ആയിട്ടുണ്ടാവാം. ഇത് ഏത് റിലേഷൻഷിപ്പും ആവാം. സോ അവരാണ് ഇപ്പോൾ നിങ്ങളെ ഒന്ന് വീക്ഷിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം കണ്ടാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്തത് അവർക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാഗ്രഹിക്കുന്നത് നിങ്ങളും അവരും തമ്മിലുള്ളൊരു ബ്രേക്കപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ട് നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ സങ്കടം കാണുന്ന മുഖമാണ്. ബട്ട് നിങ്ങൾ ചിരിച്ച് സന്തോഷമായിട്ട് ചിലപ്പോൾ ഇപ്പോൾ അതെല്ലാം ഹീലായി ചിലപ്പോൾ നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ചിലപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒത്തിരി വിഷമങ്ങൾ ഇപ്പോഴും ഉണ്ടാവും, അത് ഹീലാവാതെ കിടക്കുന്നുണ്ടാവും. ബട്ട് നിങ്ങളത് ഒന്നും പുറത്ത് കാണിക്കാതെ നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ ഹാപ്പിയായിട്ട് നന്നായിട്ടിരിക്കുന്നുണ്ടാവും. അതവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. അത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പിരിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾ ദുഃഖിച്ച് സങ്കടപ്പെട്ടിരിക്കണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഡീറ്റെയിൽഡായിട്ട് നോക്കാം അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ നിന്ന്. Judgment, Knight of Cups, Queen of Wands, Death, Seven of Pentacles, Seven of Cups, Ace of Swords, King of Swords, High Priestess. ഒരു കാർഡ് കൂടെ എടുക്കാം. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ബോട്ടത്തിൽ 2 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. അവരാഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ശിക്ഷ കിട്ടണം, നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടണമെന്ന് അവരാഗ്രഹിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞപ്പോഴോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് എനർജിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നേരത്തെ നിങ്ങൾ അവർ പറയുന്നതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബട്ട് പിന്നീട് എപ്പോഴോ നിങ്ങൾക്ക് കുറേ സത്യങ്ങൾ അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടാവും ആ വ്യക്തിയെ. കാരണം നിങ്ങളൊരു ഗീവിങ് നേച്ചറായിരുന്നു, വളരെ സ്നേഹത്തോടെ നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ ആ വ്യക്തിയെയും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ നിന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണെന്ന് പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ അവരും നിങ്ങളോട് ആത്മാർത്ഥമായിട്ടാണ് ഇരിക്കുന്നത്. ഇവർ ലൈഫ് ലോങ് എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും കൂടെ സപ്പോർട്ടായിട്ട് എനിക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നോടൊപ്പം ഒരു കമ്മിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു. അവരിൽ നിന്നും നിങ്ങളുടെ ആത്മാർത്ഥത എങ്ങനെയാണോ അതുപോലെ അവരിൽ നിന്നും അത്രയും ഒരു ആത്മാർത്ഥതയും വിശ്വാസവും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് അതെല്ലാം അവിടെ ഒരു എൻഡായി എന്നാണ് കാണുന്നത്. കാരണം ആ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല ആ വ്യക്തി നിങ്ങളെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഒരുപാട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവരുടെ സന്തോഷങ്ങൾക്ക് നിങ്ങളെ യൂസ് ചെയ്യാനും അവർ ആഗ്രഹിച്ചിരുന്നു. അത് നിങ്ങൾ ഒരു സമയത്ത് മനസ്സിലാക്കി. അവരുടെ കള്ളത്തരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ആയിരിക്കാം, അവരുടെ ഈ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകളായിരിക്കാം. അതെല്ലാം ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ കുറേ സമയം അവരെ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും ആ വ്യക്തിയെക്കുറിച്ച്. പലപ്പോഴും പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അവരോടുള്ള നിങ്ങളുടെ പൂർണ്ണ വിശ്വാസവും സ്നേഹവും ഒക്കെ കൊണ്ട് പലപ്പോഴും നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടും തെറ്റും ഒക്കെ തോന്നിയാലും നിങ്ങൾ തുറന്ന് സംസാരിക്കാതെ നിന്നിട്ടുണ്ട്. ബട്ട് ഒരു സമയത്ത് നിങ്ങളത് വെട്ടി തുറന്നതിനെ സംസാരിച്ചു. അതാണ് ഇവിടെ കാണുന്നത്. അവരൊരിക്കലും നിങ്ങളിൽ നിന്ന് ഇങ്ങനെ പല കാര്യങ്ങളും വെട്ടി തുറന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ
അവർക്കതൊരു ഷോക്കായിരുന്നു. അവർ വിചാരിച്ചു എന്നും നിങ്ങൾ അവർക്ക് അനുകൂലമായി അവരെ വിശ്വസിച്ചിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചില ശിക്ഷകൾ കിട്ടണം, നിങ്ങൾ അനുഭവിക്കണം എന്തെങ്കിലുമൊക്കെ വേദനകൾ, അത് കാണണമെന്നാണ് അവർ ആഗ്രഹിച്ച് നിൽക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടെ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ വേറെ നിങ്ങൾ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു തനിച്ചിരിക്കണം, ഒറ്റയ്ക്കാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം അവരുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് കട്ടായത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒറ്റയ്ക്കിരിക്കണം, തനിച്ചിരിക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പെല്ലാം ഡൗൺ ആകണമെന്നും അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ആരുമായിട്ടെങ്കിലും അങ്ങനത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. ആ വ്യക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അവരോട് നിങ്ങൾ കണക്റ്റ് ആവുന്നതും സന്തോഷമായിട്ടിരിക്കുന്നതൊന്നും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മണിയുണ്ട് എന്ന് അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിന്ന് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് മണിയൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. അതും അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ കുറേ പണമൊക്കെ ഉണ്ട്, നിങ്ങൾ കുറച്ച് നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നടക്കുമായിരിക്കും, നല്ല രീതിയിൽ റെഡിയായൊക്കെ പോകുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾ റിച്ചാണ്, നിങ്ങളുടെ കയ്യിൽ പണമൊക്കെ ഉണ്ട് എന്നുള്ളതും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മണിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടണം, അതൊന്നും ഇല്ലാതെ നിങ്ങളൊന്നുമില്ലാതെ ഇരിക്കണം. ഇവിടെ കാണുന്നുണ്ടോ 7 ഓഫ് പെന്റക്കിൾസ്. ഇതെല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാതെ നിങ്ങൾ ഇരിക്കുന്നത് കാണണമെന്നും അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് മണിയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴും നിങ്ങൾ നല്ല രീതിയിൽ റെഡിയായി ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വളരെ ബോൾഡായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ പോകുന്നത് കാണുമ്പോഴും അവർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. ഇവിടെ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അവർ കരുതി അവർ മാത്രമാണ് ഒരു ഓപ്ഷൻ, അവരില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓപ്ഷനും ഇല്ല എന്ന് കരുതി. ബട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാനും ഉള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് എനർജി ആയിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. അവർ കരുതിയിരുന്നത് നിങ്ങൾ വളരെ ഒരു വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ചിലപ്പോൾ അവരുടെ പല മാനിപ്പുലേഷനിലും നേരത്തെ കൂടെ ഇരുന്നപ്പോഴൊക്കെ നിങ്ങൾ കുറേ സൈലൻ്റ് ആയിരുന്നിട്ടുണ്ടാവും. അവർ പറയുന്നതിനെല്ലാം തലയാട്ടിക്കൊണ്ടിരുന്നിരിക്കാം. മേ ബി അവരെ നഷ്ടപ്പെടാതിരിക്കാൻ തന്നെ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും സഹിച്ചുകൊണ്ട് നിങ്ങൾ നിന്നിട്ടുണ്ടാവും അവരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അപ്പോഴെല്ലാം നിങ്ങളെ അവർ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഇപ്പോൾ നിങ്ങൾ കുറേ സ്ട്രോങ് എനർജി ആയിട്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ മാനിപ്പുലേഷനും കൺട്രോളിങ്ങും നിങ്ങളെ ഭരിക്കുന്നതൊന്നും അവിടെ അവർക്ക് നടക്കുന്നില്ല എന്നുള്ളതും അവർക്ക് വേദന ഉണ്ടാക്കുന്നു എന്നാണ്, സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ കരുതിയിരുന്നത് ലൈഫ് ലോങ് നിങ്ങളെ ഒന്ന് എന്ത് പറയാം നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ അവർ കരുതിയിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിട്ടുള്ളത് ദ ഹൈ പ്രിസ്റ്റസ് ആണ്. നിങ്ങൾ സ്പിരിച്വലി വളരെ ഒരു അവ്യക്തനായിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാം കുറച്ച് പേർ അല്ലെങ്കിൽ ദൈവവിശ്വാസവും കുറച്ച് ലോ ഓഫ് അട്രാക്ഷനൊക്കെ നോക്കുന്ന കുറേ വ്യക്തികളായിരിക്കാം. സോ അതും അവർക്ക് കഷ്ടം ഉണ്ടാക്കുന്നു. കാരണം നിങ്ങളെ തകർക്കണം, നിങ്ങളെ തളരണം എന്നൊക്കെ അവർ എത്രയൊക്കെ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്താലും, പണികളെന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ടായിരിക്കും അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതുമല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. ബട്ട് അതൊന്നും നിങ്ങൾക്ക് ഫലിക്കുന്നില്ല. നിങ്ങളിപ്പോഴും വളരെ ബോൾഡായിട്ട് തന്നെ ഇരിക്കുന്നു. അതുമാത്രമല്ല നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തൊക്കെയോ കുറേ പവർ അല്ലെങ്കിൽ ആ സ്പിരിച്വൽ ഗൈഡ് അല്ലെങ്കിൽ ആ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ളതും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അവർക്ക് കുറേ അസൂയ ഉണ്ടാക്കുന്നു നിങ്ങളോട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ കരുതിയിരുന്നത് അവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. ബട്ട് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ അവരുമായിട്ടുള്ള ഒരു ബ്രേക്കപ്പോ വഴക്കുകൾ എന്തെങ്കിലും നടന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് തളർന്നു പോയിട്ടുണ്ടാവാം, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവാം. അവർ കരുതിയിരുന്നത് അവരെ വീണ്ടും നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ അവരെ നിങ്ങൾ യാചിച്ചു കൊണ്ട് പോകും, എന്നും ഇങ്ങനെ യാചിച്ചു കൊണ്ട് നിൽക്കും എന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് കാണുന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് ആ ചേസിങ് ഒക്കെ മാറ്റി നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും.
നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ അതെല്ലാം അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിൽ ഇനി ആ വ്യക്തി എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഭരിക്കാനോ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളെ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ തന്നെ അതിനുവേണ്ടി എന്ത് പ്രവർത്തിച്ചാലും ഒരു പ്രയോജനവും ഇല്ല എന്നും ഉള്ള കാര്യവും അവർക്കറിയാം. അതും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ബോട്ടത്തിൽ വന്നിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ ഒരു കണ്ണ് കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയാതെ, ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ്, ആ വ്യക്തി നിങ്ങളോട് എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഒന്നും മനസ്സിലാക്കാതെ നിങ്ങൾ കണ്ണ് കെട്ടപ്പെട്ട രീതിയിൽ ആ വ്യക്തിയെ അന്ധമായി വിശ്വസിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, നിങ്ങൾ പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ ഹൈ പ്രിസ്റ്റസ് പറയുന്നതാണ്, നിങ്ങൾക്കെല്ലാം ഇൻറ്റ്യൂഷൻ മുഖേന നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നു. അതുമാത്രമല്ല, അവരുടെ കള്ളത്തരങ്ങൾ, കുറേ സീക്രട്ട് ഉണ്ട് അവർക്ക്, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതും, അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതുമാത്രമല്ല, ദ മജീഷ്യൻ വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ കണ്ട് പേടിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാനും നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരെ വിട്ട് പിരിഞ്ഞാലും നിങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകും, നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരും എന്നൊക്കെ ഉള്ള പേടിയും അവർക്കുണ്ട്. അതും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.